തോൽക്കാൻ വേണ്ടി മാത്രം തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്ന ഒരാളെ പരിചയപ്പെടാം. കണ്ണൂർ പയ്യന്നൂരിലെ കെ പത്മരാജൻ തന്റെ 251ാമത് നാമനിർദ്ദേശ പത്രികയും നൽകിയിരിക്കുകയാണ്. പത്മരാജൻ കുഞ്ഞിമംഗലം പഞ്ചായത്തിൽ സ്ഥിരതാമസമില്ലാത്തതിനാൽ ഇത്തവണ പത്രിക തള്ളുമെന്ന് ഉറപ്പാണ്. എങ്കിലും തോൽക്കാനുള്ള പോരാട്ടത്തിൽ മുന്നോട്ടെന്നാണ് പത്മരാജന്റെ മുദ്രാവാക്യം. പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ അനൗൺസ്മെന്റ് വാചകങ്ങൾ എങ്ങും കേൾക്കും. എന്നാൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി തന്നെ തോൽപ്പിക്കണമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അങ്ങനെയുമുണ്ട് ഒരു സ്ഥാനാർത്ഥി. കണ്ണൂർ പയ്യന്നൂരിൽ നിന്നുള്ള കെ പത്മരാജൻ. നമുക്ക് ഒരു കാലത്തും ജയിച്ച് കയറരുത്, എല്ലാം തോൽക്കുക. തോറ്റാൽ മാത്രമേ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളക്കാൻ. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ പോയി, പിന്നെ അവിടെ ഒന്നും ചിന്തിക്കാനില്ല. തോൽവികൾ മാത്രമാണ് നിങ്ങൾക്ക് പാഠം കൊടുക്കുക. അതാണ് എൻ്റെ ദൗത്യം. പത്മരാജൻ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നത് തന്നെ തോൽക്കാനാണ്. അങ്ങനെ 250 തെരഞ്ഞെടുപ്പ് തോൽവികൾ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു ഇതുവരെ. ഇത്തവണ 251ാമത്തെ പത്രിക കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ അത് തള്ളുമെന്നുറപ്പാണ്. കാരണം തമിഴ്നാട് സേലത്താണ് പത്മരാജന്റെ സ്ഥിരതാമസം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ മാത്രമേ മത്സരിക്കാൻ സാധിക്കൂ. രാഷ്ട്രപതി, MP, MLA തുടങ്ങി വിവിധ സ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം പത്മരാജൻ മത്സരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പ്രമുഖർക്കെതിരെയും മത്സരിച്ചു. തോൽക്കാനാണ് മത്സരിക്കുന്നതെങ്കിലും ആരും വലിയ പിന്തുണ നൽകുന്നില്ലെന്നും പരാതിയുണ്ട്. 88 തുടങ്ങിയതാണ്. ഇതുവരെ കുറച്ചായിട്ട് 1 കോടിക്കും മേലെ ഞാൻ ഇതിനു വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട്. ഈ സാധനങ്ങൾക്ക് ഞാൻ ഒരു ചെറിയൊരു പഞ്ചർ കടയും ഒരു ചെറിയ കടയൊക്കെ വെച്ചിരിക്കുന്നത്. അതിൽ വരുന്ന വരുമാനത്തിലാണ് ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ വരുന്ന സമയത്ത് അതിലേക്ക് കടക്കും. അങ്ങനെ എല്ലാവരും സഹായിക്കാമെന്ന് പറയും, ആരും സഹായിക്കത്തില്ല. അവസാന നിമിഷം ഒരു കാല് വരും, ഫോൺ ചെയ്ത് പറയും, എന്താ എവിടെ, എല്ലാം ഫുൾ എൻകറേജ് ചെയ്യും. എല്ലാവരും ഡിസ്കറേജാണ്, എല്ലാം കളിയാക്കലും. മറ്റുള്ള അവരെ കാഴ്ചപ്പാടൊന്നും വേറെയാണ്. എല്ലാവരും ചോദിക്കും, വല്ല കിറുക്കാണോ വട്ടാണോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ടൊക്കെ പോവുക. അത്ര ജന്മനാട്ടിൽ ഒരു നാമനിർദ്ദേശ പത്രിക നൽകുക എന്നതാണ് ഇത്തവണത്തെ ലക്ഷ്യം. പയ്യന്നൂരിൽ പഞ്ചർക്കട നടത്തുന്ന പത്മരാജൻ 1988 മുതൽ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നുണ്ട്. 1 കോടി രൂപയോളം ഇതിനായി ചെലവഴിച്ചെന്നും അദ്ദേഹം പറയുന്നു. പത്മരാജന് പരാജയ ആശംസകളോടെ ന്യൂസ് മലയാളം, കണ്ണൂർ.